ദുബായ് എയർ ഷോയ്ക്കിടെ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്യാലിന് വിട നൽകി ജന്മനാട്. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലെത്തിച്ച ഭൗതികദേഹം പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ദുബായിൽ വ്യോമ അഭ്യാസത്തിനിടയിലാണ് തേജസ് യുദ്ധവിമാനം തകർന്ന് നമാംഷ് സ്യാലി വീരമൃത്യു വരിച്ചത്. ദുബായ് എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്യാലിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ സംസ്കരിച്ചു. പട്ടിയാൽകോട് ഗ്രാമത്തിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. നമാംഷിന്റെ ഭൗതികദേഹം ദുബായിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കോയമ്പത്തൂരിൽ എത്തിച്ചിരുന്നു. ഉച്ചയോടെ ജന്മനാട്ടിലെത്തിച്ച ഭൗതികദേഹം വ്യോമസേനയിൽ ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ അഫ്സാനും 6 വയസ്സുകാരി മകളും ചേർന്ന് ഏറ്റുവാങ്ങി. വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചു. ഈ മാസം 21-ന് ദുബായിൽ വ്യോമാഭ്യാസത്തിനിടയിലാണ് തേജസ് യുദ്ധവിമാനം തകർന്ന് നമാംഷ് സ്യാൽ വീരമൃത്യു വരിച്ചത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഭാരതത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം അപകടസ്ഥലം പരിശോധിച്ചു. ജനം, ഡൽഹി.